रेडियो उड़ान के अपडेट्स लेने के लिए इस चैनल को सब्सक्राइब कीजिए और इस वीडियो को ज्यादा से ज्यादा लाइक कीजिए और शेयर कीजिए। फॉर मोर इन्फो लॉग ऑन टू www.radioudan.com। ഏവർക്കും റേഡിയോ ഉഡാനിലേക്ക് സ്വാഗതം. ഞാൻ നീന ഗിരീഷ്, ഇന്നത്തെ മലയാളം അവതാരക, ഒരു സ്റ്റോറി ടെലറും പോഡ്കാസ്റ്ററുമാണ്. റേഡിയോ ഉഡാൻ ഒരുമിച്ച് വരുന്നു. മാതാപിതാക്കളെ ശാക്തീകരിക്കുക, മാറ്റാൻ സഹകരിക്കുക. ദ ബഡി പ്രോജക്ട്, അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം, ന്യൂറോ വൈവിധ്യത്തിനായുള്ള അവബോധം, മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ സഹകരിക്കുന്നു. സ്പെക്ട്രത്തിലെ കുട്ടികളുടെയും യുവാക്കളുടെയും വൈകല്യമുള്ളവരുടെയും കുടുംബങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ സമൂഹത്തിന്റെ പങ്കിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സഹായ കമ്മിങ് ടുഗെദർ എന്ന ഞങ്ങളുടെ വരാനിരിക്കുന്ന പ്രോജക്ട് പ്രഖ്യാപിക്കുന്നതിൽ ബോധവൽക്കരണ പ്രോജക്ട് ടീം അത്യന്തം ആവേശഭരിതരാണ്. കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് ഞങ്ങളുടെ റേഡിയോ പങ്കാളിയായ റേഡിയോ ഉഡാനുമായി സഹകരിച്ച് പ്രാദേശിക ഭാഷകളിൽ രക്ഷിതാക്കൾ, പരിചരണം നൽകുന്നവർ, പ്രൊഫഷണലുകൾ എന്നിവരുമായി ഞങ്ങൾ സംഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നു. വികലാംഗരായ ആളുകൾക്ക് അവരുടെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കിടാൻ ഒരു വേദി ഒരുക്കി അവരുടെ മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന ഒരു വികലാംഗ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ ഉഡാൻ. ഇന്ന് റേഡിയോ ഉഡാനിൽ നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് പ്രീത അനൂപ് മേനനാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അഡ്വക്കേറ്റ് പ്രീതയോട് ചോദിച്ചറിയാം. സ്വാഗതം. നമസ്കാരം. എന്റെ പേര് പ്രീത അനൂപ് മേനൻ. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. എനിക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത ആൾക്ക് 15 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 11 വയസ്സുമാണ്. എൻ്റെ പ്രൊഫഷൻ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. മൂത്ത മോന് 4.5 വയസ്സുള്ളപ്പോഴാണ് ഓട്ടിസം എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ പ്രൊഫഷൻ നിർത്തുകയും അവൻ്റെ പിന്നാലെ അവൻ്റെ ഒരു കെയർ ടേക്കർ എന്നുള്ള ഇതിൽ അവൻ്റെ തെറാപ്പി സെന്ററും അതും ഒക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം അതിലായിരുന്നു. പിന്നീട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ പാരൻസുമായിട്ട് എനിക്ക് ഒരു ഇത് കിട്ടുകയും നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവുകയും ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് മോന് 13 വയസ്സുള്ളപ്പോൾ തിരിച്ച് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വരികയാണ് ഉണ്ടായത്. ശരി. അപ്പം അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കെയർ ടേക്കറായി, പിന്നെയും അഡ്വക്കേറ്റിന്റെ കുപ്പായം പണഞ്ഞു. അപ്പം മകന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ എങ്ങനെയാണ് ആശയവിനിമയ കഴിവുകൾ വികസിപ്പിച്ചത്? അതിനെന്തായിരുന്നു ചെയ്തത്? എന്റെ മോന്റെ പ്രധാന പ്രശ്നം തന്നെ ആശയവിനിമയത്തിലുള്ള ഒരു വൈകല്യം എന്ന് തന്നെ നമുക്ക് പറയാം. അവൻ വളരെ കുറച്ച് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു വേർഡ് 2 വേർഡ് അങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ എന്റെ മുന്നിലുള്ള പ്രധാന ഒരു ചലഞ്ച് എന്ന് തന്നെ പറയുകയാണെങ്കിൽ അതായിരുന്നു എങ്ങനെ അവന്റെ ആശയവിനിമയ കഴിവുകളെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉപയോഗിച്ച ചില മെത്തേഡുകൾ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച കുറെ കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാൻ താല്പര്യം ഉണ്ട്. മോൻ എന്താ പറയാ, ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതിൽ അവൻ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കണ്ടു തുടങ്ങിയപ്പോൾ അവൻ ഓരോ വേർഡ്സ് ആയിട്ട് വർത്താനം പറയുമായിരുന്നു. അപ്പൊ ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ കുറച്ച് വർത്താനം പറയുന്ന കുട്ടികള് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾസോ അല്ലെ ആവാസൊക്കെ പോലെയുള്ള ഒരു ടൂൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ള കമ്മ്യൂണിക്കേഷനും കൂടി പോവും എന്നുള്ള ഒരു ധാരണ പൊതുവെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ 10 വയസ്സ് വരെ വെയിറ്റ് ചെയ്തു. ഇവൻ എപ്പോഴെങ്കിലും സംസാരിക്കും, തിരിച്ച് കുറച്ച് വേർഡ് ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച. പക്ഷെ ഒരു മൊണോട്ടനസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമാണ് കാണാൻ പറ്റിയത്. അപ്പോഴാണ് നമ്മൾ ഈ ആവാസ് എന്തായാലും ഇപ്പൊ 10 വയസ്സായില്ലേ, ഇനിയിപ്പൊ എന്തായാലും പരീക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷെ അതൊരു ലൈഫ് ചേഞ്ചിങ് ഡിവൈസ് തന്നെയായിരുന്നു ആ ഒരു ആപ്പ്. കാരണം അവന്
കുറേ രീതിയിലേക്ക് അവന് മുന്നോട്ട് പോകാനായിട്ട് ഈ ആവാസ് സഹായിച്ചു. ആവാസ് ഒരു കസ്റ്റമൈസ്ഡ് ആപ്പാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ മോന് കൂടുതൽ ഭക്ഷണത്തിലാണ് കൂടുതൽ അപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുടെ പടങ്ങൾ വെച്ചാൽ അത് തൊട്ടാ മതി, അവന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ അടുത്ത്. എനിക്ക് സ്നാക്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് വെള്ളം വേണം, എനിക്ക് ഇന്ന് പുട്ട് മതി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ദോശ മതി, അങ്ങനെയൊക്കെ. മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും. ഇപ്പൊ മോന് 2 ഭാഷകളും മനസ്സിലാവുന്നതുകൊണ്ട് കോംപ്രിഹെൻഷൻ സ്കില്ല് നല്ലോണം ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് 2 ഭാഷയിലും അത് കസ്റ്റമൈസ് ചെയ്ത് അവന് കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ സഹായിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും അവൻ പൂർണ്ണമായിട്ട് അതിൽ കൂടെ മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അവൻ വേർഡ്സും പറയും, പിന്നെ അവന് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയും ചെയ്യും. പക്ഷെ ഞാൻ പ്രധാനമായിട്ട് മനസ്സിലാക്കി, നമ്മൾ ഇങ്ങനെ ഒരു ആപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അതിൽ കൂടെ വേറെ കുറെ കാര്യങ്ങൾ എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. പെയിന്റിങ്ങിന്റെ ഫസ്റ്റ് സ്കില്ല് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ ഇങ്ങനെയാണ് അവനിൽ കൊണ്ടുവന്നത്. പിന്നെ അങ്ങനെ തന്നെ അപ്പൊ അവന് പാട്ടിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പല രീതിയിലുള്ള മ്യൂസിക്, അത് പാട്ടാണോ മ്യൂസിക് ആണോ ഒരു ഇൻസ്ട്രുമെന്റ് ആണോ അവൻ കേൾക്കണേന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് കേട്ടോണ്ടിരിക്കണ കാണാം. അതെല്ലാം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവന്നപ്പോ, അതിനു മുമ്പ് ഇവൻ അത്ര സ്ക്രീൻ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നില്ല, ഒരു ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ് ആയിരുന്നു. അപ്പൊ ഇത് കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് അങ്ങനത്തെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ അവനിൽ കാണാൻ സാധിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഡെവലപ്പ് ചെയ്തത് ഇങ്ങനെയും ഒരു മെത്തേഡിൽ കൂടെ തന്നെയാണ്. അവന്റെ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എനിക്ക് ഇങ്ങനെ വേണം. അത് ചിലപ്പോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വേർഡ് ആയിരിക്കാം, ചിലപ്പോ തൊട്ട് കളിക്കലായിരിക്കാം, ചിലപ്പോ ആവാസി കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ അറിയിച്ചിരിക്കും അവൻ. അപ്പൊ അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വഴിയായി. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ മകൻ സ്കൂളിൽ പോകുന്നുണ്ട്, പക്ഷെ എന്നാലും അക്കാഡമിക്സിനെക്കാട്ടിലും ലൈഫ് സ്കില്ലാണ് കൂടുതൽ അവൻ അറിയേണ്ടത് എന്നല്ലേ പറഞ്ഞത് നമ്മൾ സംസാരിച്ചപ്പോ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു, അതായത് ജീവിത നൈപുണ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു? എന്തുകൊണ്ടാണെന്നൊന്ന് പറയാമോ? തീർച്ചയായും. അത് അങ്ങനെ പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ പ്രൊഫഷന് മുമ്പ് ഉണ്ടായിരുന്ന സമയത്തേക്ക് പോകേണ്ടി വരും. അതായത് ഡയഗ്നൈസ് ചെയ്ത ഒരു സമയം ഞാൻ ഇങ്ങനെ തെറാപ്പികളുടെ പിന്നാലെയായിരുന്നു. അതായത് ഒരു മാജിക്കൽ ക്യൂറിന് വേണ്ടിയിട്ട് നടക്കുകയായിരുന്നു ഞാൻ. എന്റെ വിചാരം ഇതങ്ങോട്ട് മാറ്റിയെടുത്ത് എന്റെ മോനെ മുഖ്യധാര സ്കൂളുകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കാന്നുള്ള ഒരൊറ്റ ചിന്തയില്, ഒരു തെറാപ്പി കഴിഞ്ഞ് വേറെ തെറാപ്പി, അവിടുന്ന് സ്കൂള്, പിന്നെ അവിടുന്ന് തെറാപ്പി, അങ്ങനെ ഫുൾ ടൈം തെറാപ്പി, സ്കൂള്, അങ്ങനെ പഠിപ്പിക്കുക, വീട്ടിൽ വന്നാലും ഫോഴ്സ് ചെയ്യുക, പഠിപ്പിക്കുക, ഇത് തന്നെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഒരു തെറാപ്പി സെന്ററിൽ വെച്ച് ഇവന് കൈയിന് ഒരു ചെറിയ അപകടം ഉണ്ടാവുകയും, അതേ തുടർന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി അവന്റെ ആ വേദന കണ്ട്, പറയാൻ വയ്യാത്ത ഒരു കുട്ടിക്ക് ഉണ്ടായ ഒരു വേദന, അവനത് എന്താണ് അവിടെ നടന്നതെന്നോ, അല്ലെങ്കിൽ എനിക്ക് എത്ര വേദനയുണ്ടെന്നോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് ആ ഒരു നിമിഷം ഞങ്ങൾ രണ്ടുപേരും ഒരു ടെലിപ്പതി പോലെ അവിടെ ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ആ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നെ ശരിക്ക് മാറ്റിയത്. അതായത് നമ്മൾ ഇതല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ പാരന്റും ഓരോ പോലെ ആയിരിക്കാം ചിന്തിക്കുക, പക്ഷെ എനിക്ക് എന്റെ മകനിൽ നിന്നും അതാണ് മനസ്സിലായത്. എനിക്ക് ഇപ്പോഴാണ് അവന് നഷ്ടപ്പെട്ടു പോയ ചിരി തിരിച്ചു കിട്ടിയത്. അപ്പൊ ഞാൻ ഇന്നു മുതലാണോ അവനിൽ കൂടെ നടന്ന് അവന്റെ പിന്നാലെ നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്, അന്ന് മുതലാണ് അവനിലൊരു വ്യത്യാസം ഉണ്ടായത്. മറ്റു തെറാപ്പികളിൽ കൊണ്ടുപോയിട്ട് അല്ല ഉണ്ടായത്. അതായത് ഈ തെറാപ്പി പോയപ്പോ ഉള്ള ഒരു ദുരനുഭവം, കൂടെ നിന്ന് സ്വയം നിന്ന് അത് ചെയ്തപ്പോൾ അവനതില് കൂടുതൽ സന്തോഷം ഉണ്ടായി അല്ലേ? സന്തോഷം ഉണ്ടായി. അമ്മ മനസ്സിലാക്കണു എന്നെ എന്നുള്ള ഒരു, അതെ, നമ്മുടെ ഒരു സഹായവും ഇതുമാണ് അവർക്ക് ആവശ്യം. അതാണ്. അതെ, തെറാപ്പി വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. തെറാപ്പിയുടെ കൂടെ നമ്മളുടെ ഇൻവോൾവ്മെന്റ്, നമ്മൾ ആ കുട്ടിക്ക് താങ്ങാൻ പറ്റാത്ത കൂടുതൽ നമ്മളൊരു ക്യൂറിന് വേണ്ടി നടക്കാതെ, അതെല്ലാം ആവശ്യമാണ്. തെറാപ്പി വേണം, മറ്റേ സ്കൂളിംഗ് വേണം, അതെല്ലാം വേണം, വേണ്ടാന്നല്ല. പക്ഷെ നമ്മൾ കുട്ടിയെ മനസ്സിലാക്കി അവരുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ട്, ഒരു അമ്മ വിചാരിച്ചാൽ എനിക്ക് എല്ലാം സാധിക്കും. ഇപ്പൊ ഞാൻ അവനെ സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. സൈക്കിൾ ഓടിക്കാൻ ഞാൻ
ചെയ്യാത്ത പരിപാടികളില്ല. അവസാനം ഞങ്ങളൊരു ജിം സൈക്കിൾ മേടിച്ചിട്ട് അതിൽ ഞാൻ ഇരുന്നിട്ട് അവന്റെ കാലിട്ട് ഇങ്ങനെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവന് മനസ്സിലായി ഇത് മുന്നോട്ട് പോകുമ്പോഴാണ് സൈക്കിൾ ആവുക. അത് കഴിഞ്ഞ് സൈക്കിൾ മേടിച്ചു കൊടുത്ത് ഹസ്ബൻഡ് ഞാനും കൂടി അവനെ ഓടിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ ഒരു ദിവസം ഹസ്ബൻഡ് ഇല്ലാത്ത ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇവനെ ഒറ്റയ്ക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പൊ ഞാൻ ഇവന്റെ ചെവിയിൽ പറഞ്ഞു, മോനെ നീ സൈക്കിൾ ഓടിക്കാൻ നിനക്ക് പറ്റും, അമ്മയ്ക്ക് ഉറപ്പാണ് നിനക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ നീ ഓടിച്ചു തുടങ്ങിയാലത്തെ ഗുണം എന്താന്ന് വെച്ചാൽ നിനക്ക് തന്നെ കടയിലേക്കൊക്കെ പോവാം, നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാം. ഞാനൊരു ഫോൾസ് പ്രോമിസ് ആണ് കൊടുക്കണേന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മള് ഈ ഭിന്നശേഷി കുട്ടികളെ അങ്ങനെ ഒരു രീതിയിലേക്ക് വിടാൻ നമുക്ക് ഇത്തിരി പേടിയുണ്ടാവും. എന്നാൽ പോലും പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ അവൻ ബാലൻസ് പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വിശ്വാസം നമ്മൾ അവർക്ക് കൊടുക്കഴിഞ്ഞാല് ആ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പം ഈ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ അനുഭവം എന്റെ മാത്രമായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരിക്കലും ഒരു കുട്ടിയെ ആ ഡയഗ്നോസിസ് ആയിട്ട് ഒരിക്കലും കാണരുത്. അത് എന്തോ ആവട്ടെ, ഓട്ടിസം ആവട്ടെ, വേറെ എന്തെങ്കിലും ആവട്ടെ, അത് ആ ഡയഗ്നോസിസ് അവിടെ ഉണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ കുട്ടി കാണിച്ചു തരുന്ന വഴികളിലൂടെ പോവുക, അവന്റെ സന്തോഷത്തിന് വേണ്ടി മുന്നോട്ട് പോവുക. അല്ലാതെ അവനെ ഒരുപാടിട്ട് ബുദ്ധിമുട്ടിച്ച് അവന് പറ്റാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാണ്ട് അവൻ പറയുന്ന കാര്യങ്ങളിൽ അവന് കൂടുതൽ സന്തോഷം കൊടുത്തു. അപ്പൊ അവന് കുറച്ചു നേരം ചാടി നടക്കാനാണെങ്കിലും നമ്മളും അവിടെ നിന്നാ മതി. അവൻ കുറച്ചു നേരം ചാടിക്കോട്ടെ, അവനത് ചാടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. അവൻ വേറെ ഒരു പ്രശ്നത്തിലേക്ക് പോവാണ്ട് ഇരുന്നാൽ നോക്കിയാ പോരെ. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അവനെ മൊഡ്യൂൾ ചെയ്തെടുക്കുക. അപ്പൊ ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവനെ ഫിസിക്കൽ ട്രെയിനിങ് ആണ് കൂടുതൽ കൊടുത്തത്. അതായത് സ്പോർട്സിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുക, സൈക്കിൾ ചെയ്യുക, നീന്തൽ പഠിപ്പിക്കുക. അപ്പൊ വെള്ളത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ എപ്പോഴും നീന്താൻ വിട്ടതോടുകൂടി നീന്താൻ പഠിപ്പിക്കേണ്ടിയൊന്നും വന്നില്ല. ട്രെയിനർക്കൊന്നും അവനെ പഠിപ്പിക്കാൻ പറ്റിയില്ല. കുറച്ച് ഡിഫിക്കൽട്ട് ചൈൽഡ് ആണ് ശിവ. അപ്പൊ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ തന്നെ പഠിച്ചു. ആ വെള്ളത്തിൽ ചാടി കളിച്ച് അവസാനം തന്നെ അവൻ നീന്താനും എല്ലാം. അപ്പൊ അത് ഞാൻ പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടി ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും പിടിച്ചിരുത്താൻ നോക്കിക്കഴിഞ്ഞാല് അവരിക്കില്ല. അവർക്ക് ആ എനർജി എങ്ങനെയെങ്കിലും അവർക്ക് പോണം. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനത്തെ സൈക്ലിങ്ങോ സ്കേറ്റിങ്ങോ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കുറച്ചുനാള് നമ്മൾ മുമ്പിൽ നിന്ന് കഴിഞ്ഞാല് തീർച്ചയായിട്ടും പറ്റുന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അനുഭവം. എനിക്ക് കൊടുക്കാനുള്ള, എനിക്ക് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ എനിക്ക് കൊടുക്കാനുള്ള സന്ദേശം. പിന്നെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ ഒരു ചൂഷണത്തിന് ഇരയാക്കരുത്. എവിടെ നിങ്ങൾ പോവുകയാണെങ്കിലും അവിടെ ഒരു പാർട്ട്ണർ ആവാൻ ശ്രമിക്കുക. എപ്പോഴും കുട്ടിയുടെ കൂടെ നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അവനിലും ഉണ്ടാവണം, നമ്മളിലും ഉണ്ടാവണം. തെറാപ്പിസ്റ്റ് ആർക്കാണോ അവർക്കും ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഒരു കൂട്ട് ഇതായിട്ട് നമ്മൾ പോവാൻ ശ്രമിക്കണം എവിടെയാണെങ്കിലും. അത് ഒരുപാട് അതെ. അപ്പൊ എല്ലാവർക്കും ഈ സന്ദേശം മനസ്സിലായി എന്ന് തോന്നുന്നു. ഒരുപാട് നന്ദി ഇന്ന് നമ്മുടെ കൂടെ ഈ റേഡിയോ ഉഡാനില് വന്ന് സ്വന്തം അനുഭവങ്ങൾ പങ്കിട്ടതിന്. അപ്പോൾ അവസാനമായി എനിക്ക് പറയാനുള്ളത്, ന്യൂറോ ഡൈവേർജന്റ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, രോഗമല്ല. അത് ഒരാളിനേറെ ദൈനംദിന കാര്യങ്ങൾ മന്ദഗതിയിൽ ആക്കുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് അവരെ മനസ്സിലാക്കി അംഗീകരിച്ചാൽ നല്ല മാറ്റങ്ങൾ അവരിൽ ഉണ്ടാകും. എന്റെ ഒപ്പം വിജയം വരെയും തളരാതെയുള്ള പോരാട്ടത്തിന്റെയും സവിശേഷമായവയെ ചേർത്തു പിടിക്കാനും അംഗീകരിക്കാനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം, അല്ലെ? അപ്പോ ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും നമുക്ക് അതിന് തന്നെ മുന്നോട്ട് പോകാം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. आइए मित्रा ज्योति के साथ सशक्तिकरण की दुनिया को कीजिए अनलॉक। डिजिटल साक्षरता, रोजगार के अवसर और उच्च शिक्षा सहायता जैसी परियोजनाओं के साथ 34 वर्षों के अनुभव का लाभ उठाएं। मधु सिंघल के नेतृत्व में मित्रा ज्योति दृष्टिबाधितों के लिए मार्ग प्रशस्त करती है। डिजिटल साक्षरता, रोजगार और उच्च शिक्षा की परियोजनाओं के साथ जीवन बदल देती है। आपके लिए मित्रा ज्योति खोल सकती है स्वतंत्रता के द्वार। अधिक जानकारी के लिए विजिट करें www.mitrajyoti.org पर या फिर कॉल करें 08022587623 पर। तो आज ही मित्रा ज्योति से जुड़े
और अपनी स्वतंत्रता का मार्ग प्रशस्त करें।